എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും BLM-ൻ്റെയും ഓണാശംസകൾ. ഗുജറാത്തിൽ BJPക്ക് 80 സീറ്റുകളോളം നഷ്ടപ്പെടുമെന്ന സർവേ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് TV തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഗുജറാത്ത് കൈവിടുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഒരു വേവ് കണ്ടതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില തിരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്തു. 6 മുതൽ 8 വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ അവിടെ കോൺഗ്രസ് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. സാധാരണഗതിയിൽ ശരാശരി ഒരു മണ്ഡലത്തിൽ BJP നേടിയെടുക്കുന്ന ഭൂരിപക്ഷം 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെയാണെങ്കിൽ ഇത്തവണ അത് 1.5-2 ലക്ഷം വോട്ടുകൾക്കിടയിലേക്ക് നിന്നു. ഒരു മണ്ഡലം BJPയുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് തട്ടിയെടുക്കുകയും ചെയ്തു. സമ്പൂർണ്ണമായ ഒരു തൂത്തുവാരൽ ഇക്കുറി BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായത്? ആം ആദ്മി പാർട്ടിയുമായി ഉണ്ടാക്കിയ ഡീൽ പ്രകാരമാണ് BJPയും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ വേട്ടയാടിയത്. കോൺഗ്രസ് പ്രതിപക്ഷ നിരയിൽ കൊള്ളില്ല എന്ന് യുവാക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അതിൽ ഏകദേശം 10% കുറയാത്ത യുവാക്കളെ വഴിതിരിച്ചാണ് ആം ആദ്മി പാർട്ടി BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ BJPക്ക് എതിരായി നിൽക്കുന്ന വോട്ടുകളെ സ്പ്ലിറ്റാക്കി BJPയുടെ ജയം കൂടുതൽ സുഗമമാക്കി കൊടുത്തത്. പക്ഷേ ഇനി ആ കളി നടക്കില്ല. രാജ്ദീപ് സർദേശായിയുടെ ഇന്ത്യ ടുഡേ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് 80 സിറ്റിംഗ് സീറ്റുകൾ BJPക്ക് പരാജയ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ്. ഗുജറാത്തിൽ ഒരുപക്ഷെ വീണ്ടും ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം മാറ്റാൻ നിർദ്ദേശമുണ്ട്. കാരണം മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതിനാൽ മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്ത് BJPക്ക് പരാജയപ്പെടുന്നത് പോയിട്ട് അടിതെറ്റുന്ന കാര്യം ഒന്ന് ചിന്തിക്കാനേ കഴിയാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഉന്നതതല യോഗം ചേർന്ന് ഗുജറാത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി അവിടുത്തെ RSS പ്രചാരകർ അതുപോലെ BJPയുടെ പ്രവർത്തകർ ഇവരെയൊക്കെ വെച്ചാണ് ജനങ്ങളിലേക്ക് പ്രചരണം നടത്തുന്നതെങ്കിൽ ഗുജറാത്തിൽ അമിത്ഷായും മോദിയും നേരിട്ടിറങ്ങിയാണ് സാധാരണഗതിയിൽ പ്രചരണം നടത്തുന്നത്. 2014 ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഗുജറാത്തിൽ നടന്നു. അതിൽ 2017 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 100 സീറ്റിൽ താഴേക്ക് വന്നു. പക്ഷേ 2022 ആയപ്പോൾ അത് 157ലേക്ക് ഉയർന്ന സാഹചര്യമുണ്ടായി. ഈ 2 തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുമ്പോൾ 2017 കുറച്ചുകൂടി ക്ലോസ് ഫൈറ്റായി ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് 100 സീറ്റ് വരെ എത്തി. വോട്ടെണ്ണലിൻ്റെ 3 മണിക്കൂർ പിന്നിടുമ്പോൾ വിജയത്തിലേക്ക് എന്നുവരെ റിപ്പോർട്ട് വന്നിരുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്നും എങ്ങനെയാണ് ഇത്രയും വലിയ രീതിയിൽ അധപ്പതിച്ചത്? ഇതെല്ലാം റിപ്പോർട്ടുകളിൽ വ്യക്തമാവുകയാണ്. Super hit. Come on to G-Mart, shop, smile, celebrate. Lucky draws, exciting prizes.